ഹലോ, എല്ലാവർക്കും സ്വാഗതം. സങ്കീർണമായ വിഷയങ്ങൾ ലളിതമായി ചർച്ച ചെയ്യുന്ന നമ്മുടെ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏതൊരു ഓപ്ഷൻസ് ട്രേഡറെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ കഴിവിനെക്കുറിച്ചാണ്: പൊസിഷൻ സൈസിംഗ്. നമുക്ക് ഒരു അടിസ്ഥാന സത്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പലപ്പോഴും നിങ്ങളുടെ ട്രേഡിംഗ് പരാജയപ്പെടുന്നത് നല്ല സ്ട്രാറ്റജി ഇല്ലാത്തതുകൊണ്ടാവില്ല, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ പൊസിഷന്റെ വലുപ്പവും ലിവറേജും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലെ പിഴവുകൊണ്ടായിരിക്കും. അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്നും തുടങ്ങി അതെങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാം എന്ന വരെയുള്ള വളരെ വ്യക്തമായ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫ്രെയിംവർക്കിനാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ട്രേഡിംഗിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് നോക്കും. പിന്നെ നമ്മുടെ മൂലധനം എങ്ങനെ നിർവചിക്കാം, ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി എങ്ങനെ സൈസ് ചെയ്യാം, സമയത്തിനനുസരിച്ച് പൊസിഷനുകൾ എങ്ങനെ മാനേജ് ചെയ്യാം, അവസാനം മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനുള്ള രഹസ്യം എന്താണെന്നും നമ്മൾ ചർച്ച ചെയ്യും. ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. മിക്ക ട്രേഡർമാരും എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത്? അതിന്റെ പ്രധാന കാരണം നമുക്ക് നോക്കാം. ഇവിടുത്തെ യഥാർത്ഥ അപകടം അവസരങ്ങളില്ലാത്തതല്ല, മറിച്ച് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഒരുപാട് മാർജിൻ ലഭ്യമാണെന്ന് കാണുമ്പോൾ അതെല്ലാം ഉപയോഗിക്കാൻ നമുക്കൊരു തോന്നലുണ്ടാകും. പക്ഷെ നമ്മൾ അറിയാതെ തന്നെ ഇത് നമ്മുടെ റിസ്കിനെ പല മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു ട്രേഡിനെക്കുറിച്ചും ചിന്തിക്കുന്നതിനു മുൻപ് നമുക്ക് വളരെ ശക്തമായൊരു അടിത്തറ ആവശ്യമാണ്. ആ അടിത്തറ തുടങ്ങുന്നത് നിങ്ങളുടെ മൂലധനം എന്താണെന്ന് കൃത്യമായി നിർവചിക്കുന്നതിലാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് വളരെ വ്യക്തമായി നിർവചിക്കുക എന്നതാണ്. കാരണം നിങ്ങളുടെ എല്ലാ റിട്ടേൺ, റിസ്ക് കണക്കുകൂട്ടലുകളും ഈയൊരു ഒറ്റ സംഖ്യയെ അടിസ്ഥാനമാക്കിയായിരിക്കും മുന്നോട്ടു പോകുന്നത്. സാധാരണയായി ആളുകൾ കയ്യിലുള്ള മാർജിൻ വെച്ചാണ് തുടങ്ങാറ്. എന്നാൽ അതിനു പകരം നമുക്ക് തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. അതായത്, നിങ്ങൾക്ക് എത്ര രൂപ നഷ്ടമായാലും കുഴപ്പമില്ല എന്ന് കരുതുന്ന ഒരു തുകയിൽ നിന്ന് തുടങ്ങുക. എന്നിട്ട് അതിന് താങ്ങാൻ പറ്റുന്ന സുരക്ഷിതമായ ഒരു പൊസിഷൻ സൈസ് കണ്ടെത്തുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെടുത്താൻ തയ്യാറായ 5 ലക്ഷം രൂപയുണ്ട് എന്ന് കരുതുക. ഒരു 20% ഡ്രോഡൗൺ, അതായത് 5 ലക്ഷം രൂപയുടെ നഷ്ടം വന്നാൽ അത് താങ്ങാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് പരമാവധി 25 ലക്ഷം രൂപയുടെ മാർജിൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടി ടെക്നിക്കലായ കാര്യങ്ങളിലേക്ക് കടക്കാം. ഒരു ഷോർട്ട് സ്റ്റാഡിൽ പോലുള്ള ഒരു ഓപ്ഷൻ സ്ട്രാറ്റജിയുടെ വലുപ്പം എങ്ങനെ ശരിയായി നിർണ്ണയിക്കാം എന്ന് നോക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് നോഷണൽ എക്സ്പോഷർ. ഇത് നിങ്ങൾ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്യുന്ന മാർജിനല്ല, മറിച്ച് നിങ്ങൾ ശരിക്കും കൺട്രോൾ ചെയ്യുന്ന അണ്ടർലൈങ് അസറ്റിന്റെ മൂല്യമാണ്. അതാണ് നിങ്ങളുടെ യഥാർത്ഥ റിസ്ക്. ഇതിന്റെ കണക്കൂട്ടൽ അത്ര സങ്കീർണമൊന്നുമല്ല. നിങ്ങളുടെ യഥാർത്ഥ എക്സ്പോഷർ എത്രയാണെന്ന് ഏകദേശം മനസ്സിലാക്കാൻ സഹായിക്കുന്ന വളരെ ലളിതമായ 3 സ്റ്റെപ്പുകളുള്ള ഒരു രീതിയാണിത്. ഇപ്പോൾ നോക്കൂ, ഈ കണക്കുകൾ ഒരു യഥാർത്ഥ ഉദാഹരണത്തിലിട്ട് നോക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന്. ഒരു നിഫ്റ്റി ഷോർട്ട് സ്ട്രാഡിലിന് നിങ്ങളുടെ യഥാർത്ഥ എക്സ്പോഷർ വരുന്നത് ഏകദേശം 16.6 ലക്ഷം രൂപയാണ്. കണ്ടില്ലേ, നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലുതാണ് യഥാർത്ഥ റിസ്ക്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ഗുണമെന്താന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു സേഫായ ലിവറേജ് ഫാക്ടർ തീരുമാനിക്കാം. ഉദാഹരണത്തിന് 4x. എന്നിട്ട് ആ ലിവറേജ് നിലനിർത്താൻ ഓരോ ലോട്ടിനും എത്ര മൂലധനം നീക്കിവെക്കണമെന്ന് ഇതിൽ നിന്ന് കൃത്യമായി കണക്കുകൂട്ടിയെടുക്കാം. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക്കായ കാര്യമല്ലല്ലോ, അല്ലേ? മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പുതിയ ലോട്ട് സൈസുകൾ വരുമ്പോഴും അല്ലെങ്കിൽ പൊസിഷൻ വലുതാക്കാൻ തോന്നുമ്പോഴും ഒക്കെ സൈസിംഗ് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം. എക്സ്ചേഞ്ചുകൾ ഇടയ്ക്ക് ലോട്ട് സൈസുകൾ മാറ്റാറുണ്ട്. അപ്പോൾ പണ്ട് ചെയ്തിരുന്ന അതേ എണ്ണം ലോട്ടുകൾ ട്രേഡ് ചെയ്യരുത്. പകരം നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന മൊത്തം ക്വാണ്ടിറ്റി, അതായത് നിങ്ങളുടെ റിസ്ക്, അത് എപ്പോഴും സ്ഥിരമായി നിലനിർത്താൻ വീണ്ടും കണക്കുകൂട്ടുക. ഇനി ഒരുപാട് പേർ വീഴുന്ന ഒരു വലിയ കെണിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത്, മാർജിൻ കുറയ്ക്കാൻ വേണ്ടി മാത്രം വില കുറഞ്ഞ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷനുകൾ ഒരു ഹെഡ്ജ് എന്ന പേരിൽ വാങ്ങുന്നത്. ഈ ടേബിൾ നോക്കിയാൽ ആ അപകടം വ്യക്തമാകും. നിങ്ങളൊരു ഹെഡ്ജ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൂലധനം പകുതിയായി കുറയുന്നു, പക്ഷേ നിങ്ങളുടെ നോഷണൽ റിസ്ക് അപ്പോഴും 16.6 ലക്ഷം തന്നെയാണ്. അതിന്റെ അർത്ഥമെന്താ? നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ലിവറേജ് 4x നിന്ന് നേരെ 8x ആയി ഇരട്ടിച്ചു. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, ഇത് ഹെഡ്ജിംഗ് അല്ല, ഇത് ശരിക്കും ലിവറേജ് കൂട്ടലാണ്. ഇത്രയും ഉയർന്ന ലിവറേജ് ഒരൊറ്റ അപ്രതീക്ഷിത മാർക്കറ്റ് മൂവ്മെന്റിൽ നിങ്ങളുടെ ട്രേഡിംഗ് കരിയർ തന്നെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒന്നാണ്. പൊസിഷൻ വലുതാക്കുന്നതിനും ചെറുതാക്കുന്നതിനും ചില നിയമങ്ങൾ പാലിക്കണം.
സൈസ് കൂട്ടുകയാണെങ്കിൽ അത് ലീനിയർ ആയിരിക്കണം. അതായത് ഒരു ലോട്ടിന് 5 ലക്ഷം വേണമെങ്കിൽ രണ്ടാമത്തെ ലോട്ട് ആഡ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ വീണ്ടും 5 ലക്ഷം വേണം. അല്ലാതെ കുറച്ച് ലാഭം കിട്ടിയെന്ന് വെച്ച് ചാടിക്കേറി ആഡ് ചെയ്യരുത്. അതുപോലെ വലിയ നഷ്ടം വരുമ്പോൾ സ്ട്രാറ്റജി നിർത്തുന്നതിനേക്കാൾ നല്ലത് പൊസിഷൻ സൈസ് കുറയ്ക്കുന്നതാണ്. ശരി, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്ത് ഈ ഗെയിമിൽ ദീർഘകാലം പിടിച്ചു നിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാന തത്വത്തിലേക്ക് വരാം. ലിവറേജിനെക്കുറിച്ച് ചിന്തിക്കാൻ നല്ലൊരു വഴിയുണ്ട്. അതൊരു പുഴ മുറിച്ചു കടക്കുന്നത് പോലെയാണ്. നിങ്ങളുടെ ലക്ഷ്യം അക്കരെ എത്തുക എന്നത് മാത്രമല്ല, ആ യാത്രയിൽ മുങ്ങിപ്പോകാതെ അതിജീവിക്കുക എന്നതും കൂടിയാണ്. ഇപ്പം നിങ്ങളുടെ മുന്നിൽ 3 വഴികളുണ്ട്. 1, പുഴയിലിറങ്ങാതെ കരയിൽ തന്നെ സുരക്ഷിതമായി നിൽക്കാം, റിസ്ക് ഒന്നുമില്ല, പക്ഷെ ഒരിടത്തും എത്തുകയുമില്ല. 2, വെള്ളപ്പൊക്കമുള്ള പുഴയിലൂടെ ഓടി അക്കരെ കടക്കാൻ നോക്കാം, പക്ഷേ ഒരൊറ്റ കാല് തെറ്റിയാൽ എല്ലാം തീർന്നു. അല്ലെങ്കിലോ 3ാമത്തെ വഴി, വെള്ളം നമ്മുടെ മുട്ടിന് താഴെ നിൽക്കുമ്പോൾ മാത്രം ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുക. അപ്പോൾ പെട്ടെന്നൊരു ഒഴുക്ക് വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിക്കുക. നിങ്ങൾ ഒരു പൊസിഷൻ എടുക്കുന്നത് ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാനാണോ, അതോ എന്ത് സംഭവിച്ചാലും മാർക്കറ്റിൽ അതിജീവിച്ച് മറുകരയെത്തുമെന്ന് ഉറപ്പിക്കാനാണോ? കാരണം ആ അതിജീവനം ഉറപ്പാക്കിയാൽ മാത്രമേ കാലക്രമേണ നിങ്ങളുടെ സ്ട്രാറ്റജിക്ക് അതിന്റെ കഴിവ് തെളിയിക്കാനുള്ള സമയം കിട്ടുകയുള്ളൂ.